അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്നെല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഞെരുക്കങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. ഓരോ ദിവസവും ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സമ്പത്തിനെ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു തരുമെന്ന് നമുക്ക് കാണാം. മഹാനായ ഇസ്മായിലുൽ ഹഖുൽ ബറൂസവി തങ്ങൾ അവിടുത്തെ റൂഹുൽ ബയാനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വലാത്തിനെ അധികരിപ്പിക്കുന്ന മനുഷ്യർ, അവരൊക്കെയും ആലിമീങ്ങളായ വളരെ വലിയ പണ്ഡിതനാണ് പ്രിയപ്പെട്ടവരെ. അവരൊക്കെയും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റിസൾട്ട് കൊടുത്ത് അനുഭവം കൊണ്ട് പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മുഅ്മിനീങ്ങൾക്ക് അത് നുകർന്നു തരുന്നത്. അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വലാത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സ്വലാത്തിനെ ഓരോ ദിവസം കഴിയുന്തോറും സമ്പത്ത് അധികരിച്ച് കുറച്ചെങ്കിലും വെച്ച് അധികരിച്ച് വരുന്നതായിട്ടുള്ള അത്ഭുതപരമായിട്ടുള്ള സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത്. നമുക്ക് പഠിക്കാം. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. ഏതാണ് സ്വലാത്ത്? اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. نولا ചൊല്ലിക്കേ, اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ, വിഷമങ്ങൾ, വേദനകൾ അറിയിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങളാണ്, കടങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. അതൊക്കെയും ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്, ഫർള് നമസ്കാരങ്ങൾ അതിന്റെ ഷർത്തുകൾ അനുസരിച്ച് വളരെ കൃത്യമായ നിബന്ധനയോടുകൂടി അത് നിർവഹിക്കുക. അത് ഖളാ ആക്കാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ നമസ്കാരത്തിൽ ഒരു അലസത ഇല്ലാതെ കൂടി അള്ളാഹുവിനെ ഭയഭക്തിയോടുകൂടി നമസ്കരിച്ച് അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതിനുശേഷമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടത്. ഈ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ അത് നമസ്കരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളോടാണ് എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ഈ സ്വലാത്തിനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. അല്ലാഹു അങ്ങനെ തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും അത് കാരണമായിട്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.